പാദമുദ്രകളുടെ എല്ലാ പ്രേക്ഷകർക്കും ACVയുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഘനഗംഭീരമായ ശബ്ദവും ആകാരവുമായി വില്ലൻ വേഷങ്ങളിലും കോമഡി വേഷങ്ങളിലും തിളങ്ങി നിൽക്കുകയും സിനിമയിലും ജീവിതത്തിലും പട്ടാളക്കാരന്റെ വേഷം അണിയുകയും ചെയ്ത ശ്രീ ക്യാപ്റ്റൻ രാജുവിന്റെ വിശേഷങ്ങളാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സുവോളജിയിൽ പഠനം കഴിഞ്ഞതിനു ശേഷം രാജു തന്റെ 21ാം വയസ്സിലാണ് പട്ടാളത്തിൽ ചേരുന്നത്. ഓഫീസർ റാങ്കിൽ തന്റെ പട്ടാള ജീവിതം ആരംഭിച്ച രാജു ക്യാപ്റ്റൻ പദവിയിലിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വന്നത്. സിനിമയോടുള്ള അമിത താല്പര്യം കൊണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച് സിനിമയിലെത്തിയ രാജു ക്യാപ്റ്റൻ രാജു എന്ന പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. 1981 പുറത്തിറങ്ങിയ ജോഷിയുടെ രക്തം എന്ന ചിത്രത്തിലാണ് ക്യാപ്റ്റൻ രാജു ആദ്യമായി അഭിനയിച്ചത്. തുടർന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ശ്രദ്ധേയമായ റോളുകൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. 30 വർഷത്തിനുള്ളിൽ 500-ലേറെ സിനിമകളിലെ അഭിനയ പാടവം മാത്രമല്ല, 3 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ മലയാള സിനിമയുടെ ചൂടും ചൂരുമൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയ അനുഭവ പാരമ്പര്യം തന്നെയാണ് ക്യാപ്റ്റൻ രാജുവിന്റെ മുതൽക്കോട്ട്. 6 അടിയിലധികം വരുന്ന നീളവും ഒത്തവണ്ണവും മുഴങ്ങുന്ന ശബ്ദവുമാണ് ക്യാപ്റ്റൻ രാജുവിനെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതിരാത്രം, രതിലയം, വാർത്ത, ആവനായി, നാടോടിക്കാറ്റ്, ഓഗസ്റ്റ് 1, വടക്കൻ വീരഗാഥ, കാബോളിവാല, അഗ്നിദേവൻ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ തുടങ്ങി അനേകം ചിത്രങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ക്യാപ്റ്റൻ രാജു ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് വില്ലൻ വേഷങ്ങളാണ്. എ റിയൽ പ്രൊഫഷണൽ. മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ ആയുധശേഖരത്തിലുള്ള പവനാഴിയെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. വില്ലൻ വേഷങ്ങൾക്ക് പുറമെ നിരവധി ക്യാരക്ടർ വേഷങ്ങളും ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ചിട്ടുണ്ട്. വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടർ, പഴശ്ശിരാജയിലെ ഉണ്ണിമൂത്ത തുടങ്ങിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ പൊൻതൂവലുകളാണ്.